സിനിമ മേഖല ഒരു ഗ്ലാമർ മേഖലയാണ്. അതുകൊണ്ട് തന്നെ അതിനുള്ളിൽ നിന്നുണ്ടാകുന്ന ഗോസിപ്പുകൾക്കും ചില വഴിവിട്ട ബന്ധങ്ങൾക്കുമൊന്നും കണക്കില്ല. ചില ബന്ധങ്ങൾ പ്രശ്നമാകാറുണ്ട്, പിൽക്കാലത്ത് അത് ചർച്ച ചെയ്യപ്പെടാറുണ്ട്. എന്നാൽ ചില ബന്ധങ്ങൾ പരസ്പര സമ്മതത്തോടു കൂടി ഉള്ളതാകാം. മലയാള സിനിമാ മേഖലയിൽ ഉൾപ്പെടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ചാ വിഷയമായ മലയാള സിനിമാ മേഖല, ആ മേഖലയിലെ പല നടന്മാരും പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ കുറ്റക്കാരായതും നാണം കെട്ടതുമൊക്കെ നമുക്കറിയാം. എന്നാൽ ചില ബന്ധങ്ങൾ പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ബന്ധങ്ങളാണ്. അത്തരത്തിലൊരു ബന്ധത്തിൻ്റെ കഥ ആ നടൻ്റെ ഭാര്യ പിൽക്കാലത്ത് തുറന്നു പറഞ്ഞതാണ് രസകരമായ കാര്യം. ഇതിലെ നായിക മറ്റാരുമല്ല, ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമയിലെ ഒഴിച്ചുകൂടാനാവാത്ത ഗ്ലാമർ നായികയായിരുന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സിൽക്ക് സ്മിത തന്നെയായിരുന്നു. അപാരമായ സൗന്ദര്യവും വളരെ വശ്യമനോഹരമായ കണ്ണുകളും ഒക്കെയുള്ള സിൽക്ക് സ്മിത അക്കാലത്തെ ഐറ്റം ഡാൻസുകളിലൊക്കെ ഒഴിച്ചുകൂടാനാവാത്ത സാന്നിധ്യമായിരുന്നു. സിൽക്ക് സ്മിത ജീവിച്ച കാലഘട്ടം ഓർത്തെടുക്കാൻ അന്ന് കൗമാരപ്രായത്തിലുള്ളവർക്കും കൗമാര യൗവന പ്രായത്തിലുള്ളവർക്കൊക്കെ ഇന്ന് സാധിക്കുന്നുണ്ട്. അന്ന് സിൽക്ക് സ്മിതയെ പോലുള്ളവരുടെ സിനിമകൾ കാണാനോ അല്ലെങ്കിൽ സിൽക്ക് സ്മിതയുടെ ഒരു ഗാനരംഗം ടി വിയിൽ വന്നാലോ പലർക്കും അത് കാണാൻ ഒരു ജാള്യതയും ചമ്മലുമാണ് കൂട്ടത്തോടെ ഇരുന്നത്. അത്തരം ഒരു കാലഘട്ടമാണ്. ഇന്നായിരുന്നെങ്കിൽ ഒരുപക്ഷെ സിൽക്ക് സ്മിത ആദരിക്കപ്പെട്ടേനെ. വിജയലക്ഷ്മി എന്ന സിൽക്ക് സ്മിതയ്ക്ക് സിൽക്ക് എന്ന പേര് കിട്ടിയത് ഒരു കഥാപാത്രത്തിന്റെ പേരിൽ നിന്നാണ്. അവരുടെ തെലുങ്ക് സിനിമയായ വണ്ടിച്ചക്രം എന്ന സിനിമയിലെ സിൽക്ക് എന്ന കഥാപാത്രത്തിന്റെ പേരാണ് അവർ പിൽക്കാലത്ത് കൂടെ കൂട്ടിയത്. തമിഴ് നിർമ്മാതാവും സംവിധായകയും നടിയുമായ ജയദേവി നൽകിയ ഇന്റർവ്യൂവിലെ ഒരു പരാമർശമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. അവരുടെ ഭർത്താവ് സിൽക്ക് സ്മിതയുമായി പ്രണയത്തിലായിരുന്നു എന്നും ആ വ്യക്തി സിൽക്ക് സ്മിതയുമായി ചിലവഴിച്ചു എന്നുമൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഇപ്പോൾ തുറന്നു പറയുന്നത്. ഛായാഗ്രാഹകനും നടനുമായ വേലു പ്രഭാകരന്റെ ഭാര്യയാണ് ഈ ജയദേവി. തന്റെ ഭർത്താവുമായി സിൽക്ക് സ്മിതയ്ക്ക് ഉണ്ടായിരുന്ന ഒരു വഴിവിട്ട ബന്ധത്തെക്കുറിച്ച് ഇന്റർവ്യൂവിൽ അവർ തുറന്നു പറഞ്ഞു. ജയദേവി സംവിധാനം ചെയ്ത് വേലു പ്രഭാകരനും സിൽക്ക് സ്മിതയും പ്രധാന കഥാപാത്രങ്ങളെത്തിയ പിക് പോക്കറ്റ് എന്ന സിനിമയുടെ യൂണിറ്റിൽ വെച്ചാണ് തന്റെ ഭർത്താവും സിൽക്ക് സ്മിതയും സൗഹൃദത്തിലാവുന്നത് എന്നാണ് അവർ പറയുന്നത്. ഇത് യൂണിറ്റിൽ പല മുറുമുറുപ്പുകൾക്കും കാരണമായിട്ടുണ്ട്. പലരും തൻ്റെ അടുത്ത് പറഞ്ഞിട്ടുമുണ്ട്. സിൽക്കും പ്രഭാകരനും പോകുന്നത് കണ്ടാൽ ചാൾസ് രാജകുമാരനും ഡയാന രാജകുമാരിയും പോകുന്നത് പോലെയുണ്ട് എന്നാണ് പലരും എന്നോട് പറഞ്ഞത്. എന്നാൽ ഞാൻ അതൊന്നും വലിയ കാര്യമാക്കിയില്ല എന്ന് അവർ പറയുന്നു. ഒരിക്കൽ ഞാനിത് പ്രഭാകരനോട് സംസാരിച്ചു. നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പ്രഭാകരൻ പറഞ്ഞു, അവൾക്ക് എന്നോട് പ്രണയമാണ്, എന്നാൽ എനിക്ക് അങ്ങനെയൊന്നുമില്ല, അതൊരു പാവം പെണ്ണാണ് എന്നാണ്. ഒരിക്കൽ വേലു പ്രഭാകരൻ ഒരു ചാനലിന് ഇന്റർവ്യൂ നൽകിയപ്പോൾ പറഞ്ഞത് സിൽക്ക് സ്മിതയ്ക്ക് തന്നോട് അഗാധമായ പ്രണയമായിരുന്നു എന്നും ഒരിക്കൽ ഷൂട്ടിംഗ് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ അവരുടെ വീട്ടിൽ പോയി സംസാരിച്ചു എന്നും അപ്പോൾ നേരം വളരെ വൈകിയെന്നും അന്ന് അവർ തനിക്കായി ഉപ്പുമാവ് ഉണ്ടാക്കി തന്നുവെന്നും അന്നത്തെ ദിവസം സിൽക്ക് സ്മിതയോടൊപ്പമാണ് താൻ കഴിഞ്ഞതെന്നും പ്രഭാകരൻ പറയുന്നു. സിൽക്ക് സ്മിതയുമായി ചിലവഴിച്ച ആ രാത്രി വളരെ അമൂല്യമായിരുന്നുവെന്നും പിറ്റേ ദിവസം ഭാര്യയുടെ മുഖം കണ്ടപ്പോൾ വല്ലാത്ത നാണക്കേട് തോന്നിയെന്നും പ്രഭാകരൻ ആ ഇന്റർവ്യൂവിൽ വെളിപ്പെടുത്തി. ഭർത്താവ് പ്രഭാകരൻ തന്നെ വഞ്ചിച്ചെന്ന് ജയദേവിയും ഇന്റർവ്യൂവിൽ വെളിപ്പെടുത്തി. ആ വഞ്ചന തന്നെ വളരെയധികം ബാധിച്ചെന്നും ജയദേവി പറയുന്നു. ഇങ്ങനെ ഒരുപാട് വ്യക്തികളുടെ കളിപ്പാട്ടമായി മാറിയ ഒരു നടിയായിരുന്നു സിൽക്ക് സ്മിത. ഒരുപക്ഷെ അവരുടെ ആത്മഹത്യക്ക് കാരണവും ഇത്തരം ഒരു ബന്ധത്തിൽ നിന്നുള്ള എന്തെങ്കിലും വഞ്ചനയോ ചതിയോ തന്നെ ആയിരിക്കണം. വളരെ അഭിനയശേഷിയുള്ള ഒരു നടിയായിട്ടും ഗ്ലാമറിൻ്റെയും ഐറ്റം ഡാൻസിൻ്റെയും മേഖലയിലേക്ക് മാത്രം എടുത്തെറിയപ്പെട്ട ഒരു ഹതഭാഗ്യയായ ഒരു നടിയായിരുന്നു സിൽക്ക് സ്മിത. ഒരുപക്ഷെ ഈ ഗ്ലാമറിൻ്റെയൊക്കെ ലോകത്തിൽ നിന്ന് മാറി ഒരു നല്ല കുടുംബജീവിതം നയിക്കണമെന്നും ഒക്കെയുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു നടിയായിരുന്നു സിൽക്ക് സ്മിതയെന്ന് അവരുമായി ബന്ധപ്പെട്ട ചില വൃത്തങ്ങൾ പിൽക്കാലത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ലോകം അവരെ കാണുന്നത് ഒരു ഗ്ലാമർ താരമായി തന്നെയാണ്. പൊതുവിൽ മലയാളികൾക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് ഒരു തോന്നലോ സിനിമയിൽ ഗ്ലാമറൊക്കെ ചെയ്യുന്ന നടിമാരെല്ലാം തന്നെ മോശക്കാരാണെന്ന്. അതൊരു മുൻവിധി തന്നെയാണ്. എന്നാൽ അത്തരം മുൻവിധികളുടെ ഒരു ഇരയായിരുന്നു സിൽക്ക് സ്മിത എന്നതാണ് സത്യം.